ഉള്ള സുഹൃത്തുക്കളെ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയങ്കരായ സഹോദരങ്ങളെ, ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ ഒരു ദിവസമാണ്. ആദ്യം ഗസയിൽ ദീർഘകാലം പോരാടുകയും ജീവൻ നഷ്ടപ്പെടുകയും ജീവിതം നഷ്ടപ്പെടുകയും പലതരത്തിലുള്ള ദുരിതങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്ത എല്ലാ മനുഷ്യരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഇവിടെ ഗസയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എത്തിച്ചേർന്ന മുഴുവൻ സഹോദരി സഹോദരന്മാരെ ഐക്യദാർഢ്യം അഭിവാദ്യം ചെയ്യുന്നു. പക്ഷേ ഇങ്ങനെ ഞാൻ പറയുന്ന സമയത്ത് ഞാൻ ഇവിടെ കൂടിയിരിക്കുന്ന എൻ്റെ സഹോദരന്മാരോട് മാത്രമല്ല, എന്നോട് തന്നെയായി ഞാൻ പറയുകയാണെങ്കിൽ ആലോചിക്കുകയാണ്, ഈ ആശ്വാസകരമായ ദിവസത്തിൽ നമുക്ക് യഥാർത്ഥത്തിൽ ഒരു ഇതിനോടൊക്കെ അനുഭവമുള്ള മനുഷ്യരെന്ന നിലയിൽ ഇതിലെത്ര പങ്ക് നമുക്കൊക്കെ ഉണ്ട് എന്ന് ഞാൻ ചില സംശയങ്ങൾ ഉന്നയിക്കുകയാണ്. നമുക്കറിയാം, നാം ചില മുദ്രാവാക്യങ്ങൾ തീർച്ചയായും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഗസയിലെ നൂറുകണക്കിന് മനുഷ്യരോട്, ആയിരക്കണക്കിന് മനുഷ്യരോട്, ലക്ഷക്കണക്കിന് മനുഷ്യരോട് നാം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അമൂർത്തമായ മുദ്രാവാക്യങ്ങൾക്കപ്പുറത്ത് നമുക്ക് നാം നേരിടുന്ന, അല്ലെങ്കിൽ ഗസക്കാർ നേരിടുന്ന നമ്മളുടെ കൺമുമ്പിലുള്ള ശത്രുവിനോട് നാം എത്രമാത്രം പൊരുതിയിട്ടുണ്ട്, പോരാടിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് ചില സംശയങ്ങളുണ്ട്. അത് ഞാൻ എന്നോട് തന്നെ പറയുകയാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്, 2024 ഗസയിലെ ഒരു റിലീഫ് സെന്ററിൽ വീണ ഒരു ബോംബ് പൊട്ടി ഏകദേശം 20ഓളം പേർ മരിക്കുകയുണ്ടായി. ഈ 20 പേർ മരിച്ച ബോംബിന്റെ കഷ്ണങ്ങൾ പിൽക്കാലത്ത് പിന്നീട് പത്രപ്രവർത്തകർ കണ്ടെടുക്കുകയും ആ കണ്ടെടുത്ത ബോംബിൽ നിന്ന് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു എംബ്ലം കണ്ടെടുക്കുകയും ചെയ്തു. അത് അൽ ജസീറ പിൽക്കാലത്ത് പിന്നീട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അൽ ജസീറ ഈ റിപ്പോർട്ട് നമുക്കറിയാമോ, ഈ 2024 അവിടെ വീഴാനിടയായ ബോംബ് കയറ്റിപ്പോയത് ചെന്നൈ തുറമുഖത്ത് നിന്നാണ്. അതായത് നമുക്ക് തൊട്ടടുത്ത സംസ്ഥാനമായ ചെന്നൈ തുറമുഖത്ത് നിന്നാണ് ആ ബോംബ് കയറ്റി പോവുകയും അത് പിന്നീട് സ്പെയിൻ വഴി ഗസയിലെത്തിക്കുകയും ചെയ്തത്. പക്ഷേ ഭാഗ്യവശാൽ ഗസയിലെത്തുന്നതിന് മുന്നേ, ഇസ്രായേലിലെത്തുന്നതിന് മുന്നേ സ്പാനിഷ് തുറമുഖത്ത് എടുക്കാൻ ശ്രമിച്ച ആ കപ്പലിലെ സ്പെയിനിലെ തൊഴിലാളികളും സ്പെയിനിലെ യുദ്ധവിരുദ്ധ പോരാളികളും തടസ്സപ്പെടുത്തുകയും അവർ അങ്ങോട്ട് കടക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്തു. അവർ അവരുടെ സർക്കാരുകളോട് പറഞ്ഞു, ഇതാ നിങ്ങൾ ഗസയിലേക്കുള്ള ആയുധങ്ങളുമായി ഇന്ത്യയിൽ നിന്ന് വരുന്ന ഈ കപ്പലുകൾക്ക് ഞങ്ങൾ അനുമതി നൽകുകയില്ല. അവിടുത്തെ തൊഴിലാളികൾ പ്രഖ്യാപിച്ചു, ഗസയിലേക്ക് പോകുന്ന, ഗസയിലെ കുഞ്ഞുങ്ങളെ കൊന്നെടുക്കുന്ന, ഗസയിലെ അമ്മപെങ്ങന്മാരെ കൊന്നെടുക്കുന്ന ഈ ആയുധ ശേഖരത്തിന് ഞങ്ങളുടെ തുറമുഖത്ത് പ്രവേശനം അനുവദിക്കുകയില്ല എന്ന് അവിടുത്തെ യുദ്ധവിരുദ്ധ പോരാളികൾ പ്രഖ്യാപിച്ചു. ഇവിടേക്കുള്ള ഈ കപ്പലുകൾ പുറപ്പെട്ടത് ചെന്നൈ തുറമുഖത്ത് നിന്നാണ്. നമ്മുടെ മാധ്യമങ്ങൾ അതറിഞ്ഞില്ല, നമ്മളതറിഞ്ഞില്ല. നാം അതറിയാനായിട്ട് അൽ ജസീറയിലെ റിപ്പോർട്ട് വരേണ്ടി വന്നു. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് ഗസയിലെ ഒരു കാണി മാത്രമല്ല. ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് ഗസയെ സംബന്ധിച്ചിടത്തോളം ഒരു വെറുതെ നിൽക്കുന്നൊരു കാണിയല്ല, ഒരു മൂകസാക്ഷിയല്ല. മറിച്ച് ഗസയിൽ യുദ്ധം ചെയ്യുന്നത് ഇന്ത്യ മഹാരാജ്യമാണ്. ഗസയിൽ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്നത് ഇന്ത്യ മഹാരാജ്യമാണ്. ഗസയിലെ യുവാക്കളെയും അവിടുത്തെ അമ്മപെങ്ങന്മാരെയും കൊന്നെടുക്കുന്നത് ഈ ഇന്ത്യ മഹാരാജ്യത്തിന് അതിൽ പങ്കുണ്ട്. അങ്ങനെയുള്ള ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രവൃത്തികളോട്, അവരുടെ യുദ്ധസന്നാഹങ്ങളോട്, അവരുടെ ആയുധ കയറ്റുമതികളോട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞുവെന്ന് ഈ ആശ്വാസത്തിന്റെ ദിവസങ്ങളിൽ നാം ആലോചിക്കണമെന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. നമുക്കറിയാം, യൂറോപ്പിന്റെ ജനങ്ങൾ, ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിരവധി യുദ്ധവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ആ യുദ്ധവിരുദ്ധ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ ഈ യുദ്ധവിരുദ്ധ പ്രവർത്തനങ്ങൾ മുഴുവൻ നടക്കുന്നത് അവിടുത്തെ സർക്കാരുകൾക്കെതിരെയാണ്. അവർ പറയുകയാണ്, നിങ്ങൾ നയതന്ത്ര ബന്ധങ്ങൾ ഉപേക്ഷിക്കണം, നിങ്ങൾ ആയുധം കയറ്റി നിർത്തണം, നിങ്ങൾ അങ്ങോട്ട് നൽകുന്ന ആയുധങ്ങൾ എനിക്ക് നൽകരുത്, നിങ്ങൾ ഇസ്രായേലുമായുള്ള എല്ലാ കരാറുകളും റദ്ദ് ചെയ്യണം, നിങ്ങൾ അവരുമായി എല്ലാ സഹകരണങ്ങളും ഒഴിവാക്കണം. അങ്ങനെയാണ് യൂറോപ്പിലെ ജനങ്ങൾ സമരം ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യേണ്ടി വന്നത്? ഇന്ത്യക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്തതിന് 2 കാരണങ്ങളാണ്. ഒന്ന്, യൂറോപ്പിൽ നിന്നുള്ള ആയുധങ്ങൾ അവർക്ക് ലഭിക്കാതായിരിക്കുന്നു. യൂറോപ്പിലെ ജനങ്ങൾ, അല്ലെങ്കിൽ ലോകത്താകമാനമുള്ള യുദ്ധവിരുദ്ധ പോരാളികൾ അവർ പറയുന്നു, നിങ്ങൾ ഇസ്രായേലിന് വേണ്ടി ആയുധങ്ങൾ കയറ്റുമതി ചെയ്യരുത്.
അങ്ങനെ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിൽ കുറവ് വന്നതിന്റെ കൂടി ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ നിന്നുള്ള ആയുധ കയറ്റുമതി വർദ്ധിക്കാനിടയായത്. എന്ന് പറഞ്ഞാൽ നാം താമസിക്കുന്ന ഇന്ത്യയിലാണ് നമുക്ക് ഇസ്രായേലിനെതിരെ ഇസ്രായേലിനെതിരെയുള്ള പോരാട്ടം നടത്തേണ്ടത്. ഇസ്രായേലിനുള്ള പോരാട്ടം എന്ന് പറയുന്നത് അമൂർത്തമായ മുദ്രാവാക്യങ്ങൾ കൊണ്ട് മാത്രം നടത്തേണ്ടതല്ല, മറിച്ച് ഇവിടെ ഇസ്രായേലുമായി ബന്ധപ്പെട്ടുള്ള കരാറുകൾ ഉണ്ടാക്കുന്നവർ, ഇസ്രായേലുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ആയുധ കച്ചവടം നടത്തുവർ, കോർപ്പറേറ്റുകൾ, നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബഹുരാഷ്ട്ര കമ്പനികൾ മാത്രമല്ല, ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾ മാത്രമല്ല, ഇന്ത്യയിലെ 3 കമ്പനികൾ, ഇന്ത്യയിലെ 3 വളരെ പ്രധാനപ്പെട്ട പൊതുമേഖലാ കമ്പനികൾ ഇസ്രായേലിന് വേണ്ടി ഗസയിലേക്ക് ആയുധങ്ങൾ കൊടുത്തയക്കുന്നുണ്ട്. യുണിഷ്യൻ എന്ന് പറയുന്ന ഒരു കമ്പനി, അത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി അത് ഗസയിലേക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. ബെൽ ഇലക്ട്രോണിക്സ് ഇന്ത്യ എന്ന് പറയുന്നത് മറ്റൊരു കമ്പനിയാണ്, BEL എന്ന് പറയുന്നത്. അവർ ഗസയിലേക്കും ഇസ്രായേലിന്റെ യുദ്ധസന്നാഹങ്ങൾക്കും വേണ്ടി ആയുധങ്ങൾ കൊടുത്തയക്കുന്നവരാണ്, ഇതൊക്കെ നടത്തുന്നവരാണ്. 1939 ഞങ്ങൾ ഇസ്ലാമോഫോബിയെ കുറിച്ച് പഠിക്കുന്നതിന്റെ ഭാഗമായി ഞങ്ങൾ കുറെ സുഹൃത്തുക്കൾ മാതൃഭൂമി പരിശോധിക്കുകയുണ്ടായി. ഞങ്ങളൊന്ന് മാതൃഭൂമി പരിശോധിക്കാൻ കണ്ടൊരു കാര്യം, 1939 മാതൃഭൂമി പറയുകയാണ് പലസ്തീൻ എന്ന് പറയുന്നത് അറബികളുടെ മാതൃരാജ്യമാണ്, പലസ്തീൻ എന്ന് പറയുന്നത് അറബികളുടേതാണ്, ഈ പലസ്തീന് വേണ്ടി ചോര ഒഴുക്കാനായിട്ട് അറബികൾക്ക് അവകാശമുണ്ട്. അങ്ങനെ നിലപാടെടുത്ത ഒരു രാജ്യത്ത് നിന്നുകൊണ്ടാണ് നാം സംസാരിക്കുന്നത്. 1939 മാത്രമല്ല, അതിനുശേഷം ഇസ്രായേൽ രൂപീകരിക്കപ്പെട്ട കാലത്ത്, അതിനുശേഷം ഇസ്രായേൽ എത്രയോ കാലങ്ങളോളം നാം ഇസ്രായേലിനെതിരെ നിലപാടെടുത്തവരും പലസ്തീനെ അനുകൂലമായി നിലപാടെടുത്തവരുമാണ്. അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവുന്നത് 1992 കൂടിയിട്ടാണ്. ഞാനതിന്റെ ചെറിയൊരു ചരിത്രത്തിലേക്ക് മാത്രം പോകാം. 1900 ഇറാൻ, നമുക്കറിയാം 1979 ഇറാൻ വിപ്ലവം നടക്കുന്നത്. ഈ ഇറാൻ വിപ്ലവത്തിന് ശേഷമാണ് നാം ഇന്ന് കാണുന്ന ഫലസ്തീൻ പ്രശ്നത്തെ, ഫലസ്തീൻ വിഷയത്തിൽ ഒരു മുസ്ലിം പ്രശ്നം മാത്രമായി ചുരുക്കി കാണാനുള്ള ശ്രമം ലോകത്ത് ആരംഭിക്കുന്നത്. ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി, ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി, അയാളന്ന് ഇതിന്റെ മുൻപന്തിയിലുണ്ടായിരുന്നു. അയാൾ 1979 1984 2 സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തു. ഈ സമ്മേളനത്തിൽ വെച്ചാണ് ഇസ്ലാമിക ഭീകരതയാണ് ഫലസ്തീനിൽ നടക്കുന്നത് എന്നുള്ള ഒരു ആഖ്യാനം രൂപം കൊള്ളുന്നത്. എന്ന് പറഞ്ഞാൽ ഭീകരത എന്നൊരു വ്യാഖ്യാനത്തെ, ഭീകരത എന്ന് പറയുന്ന ഒരു ടെർമിനോളജി ഉപയോഗിച്ചുകൊണ്ട് പലസ്തീൻ പ്രശ്നത്തെ മനസ്സിലാക്കാൻ ആരംഭിക്കുന്നത്, വിശദീകരിക്കാൻ ആരംഭിക്കുന്നത് ഇന്ന് വംശഗതിക്ക് നേതൃത്വം നൽകുന്ന ഇതേ നെതന്യാഹു തന്നെയാണ്. ഇയാളുടെ സൈന്യങ്ങളാണ്, ഇയാളുടെ നയതന്ത്ര പ്രതിനിധികളാണ് ഇക്കാര്യങ്ങൾ മുഴുവൻ അന്നും ചെയ്തിട്ടുള്ളത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പിൽക്കാലത്ത് ഭീകരത എന്ന രീതിയിൽ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഒരു വ്യാഖ്യാനം, ഒരു ആഖ്യാന രീതി ലോകത്ത് ആരംഭിക്കുന്നതും ഇന്ന് പലസ്തീൻ പ്രശ്നത്തെ കൊളോണിയൽ വിരുദ്ധ സമരത്തെ അല്ലെങ്കിൽ കോളനി വിരുദ്ധ സമരത്തെ, ഒരു ദേശീയ സമരത്തെ ഒരു ഭീകരതയായി ചിത്രീകരിക്കുന്ന വ്യവഹാരങ്ങൾ രൂപം കൊള്ളുന്നത്. അങ്ങനെ 1992 നരസിംഹറാവു സർക്കാരാണ് ആദ്യമായി വലിയ രൂപത്തിലല്ലെങ്കിലും ഒരു നയതന്ത്ര ബന്ധം ഇസ്രായേലുമായി ആരംഭിക്കുന്നത്. പിൽക്കാലത്ത് 92 ശേഷം വാജ്പേയി അധികാരത്തിൽ വരുന്നു, അതിനുശേഷം നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നു. ഇവർ മുഴുവൻ ഇന്ന് നാം കാണുന്നത് പോലെ ഈ ഇസ്രായേൽ അനുകൂല നിലപാടെടുത്തവരാണ്. നാം അങ്ങോട്ടൊന്നും പോകേണ്ടതില്ല. നാം പരിശോധിക്കുക, 2025 ശേഷം സംഭവിച്ചെന്താണ്? 2025 ശേഷം ഇവിടെ ഗസയിൽ ആക്രമണം വംശഹത്യ നടക്കുന്ന അതേ സമയത്ത് ഇന്ത്യയിലെ 4 or 5 പത്രങ്ങളുടെ പ്രതിനിധികൾ ഗസയിലേക്ക്, അതുപോലെ ഇസ്രായേലിലേക്ക് സഞ്ചാരം നടത്തുകയുണ്ടായി. ധാരാളം പ്രതിനിധികൾ, ഇസ്രായേലിന്റെ പ്രതിനിധികൾ ഇന്ത്യയിലേക്ക് സഞ്ചാരം നടത്തുകയുണ്ടായി. എന്തിനാ പത്രങ്ങൾ അങ്ങോട്ട് പോകുന്നത്? അവർ അങ്ങോട്ട് പോകുന്നത് ഇസ്രായേലിൽ നടക്കുന്നത് വംശഹത്യയല്ല എന്ന് ലോകത്തിന് മുന്നിൽ പറയാൻ വേണ്ടിയാണ്. അതായത് ഇന്ത്യൻ എക്സ്പ്രസ് പത്രം, നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ എക്സ്പ്രസ് പത്രം, അവർ അങ്ങോട്ട് പോയത് ഇന്ത്യയിൽ നടക്കുന്ന, ഗസയിൽ നടക്കുന്ന വംശഹത്യയല്ല പ്രചരിപ്പിക്കാനാണ്. NDTV അവരുടെ പ്രതിനിധി അങ്ങോട്ട് പോയിരുന്നു. PTI ഇന്ത്യൻ സർക്കാരിന്റെ ന്യൂസ് ഏജൻസിയാണ്, അവർ അങ്ങോട്ട് പോയിരുന്നു. NDTV മാത്രമല്ല, TV19 അവർ പോയിരുന്നു. അങ്ങനെ നിരവധി പത്രപ്രതിനിധികൾ ഇസ്രായേലിലേക്ക് പോവുകയും ഇസ്രായേൽ സർക്കാരുമായി ചർച്ച നടത്തുകയും ചെയ്തു. 2025 എന്ന് പറഞ്ഞ 2020 ഗസയിൽ ഈ വംശഹത്യ നടക്കുന്ന അതേ സമയത്ത് 4 സംസ്ഥാനങ്ങൾ ഇസ്രായേലുമായി കരാർ ചർച്ചകൾ നടത്തി. ആരൊക്കെ കരാർ ചർച്ച നടത്തിയത്? നാം വളരെ വലിയ ഫാസിസ്റ്റ് വിരുദ്ധരെന്ന് കരുതുന്ന തമിഴ്നാട്,
തമിഴ്നാട് സർക്കാർ ഇസ്രയേലുമായി ഒരു ചർച്ച നടത്തുകയുണ്ട് 2025 ഫെബ്രുവരിയിൽ. മറ്റൊരു സർക്കാർ, ഹരിയാന സർക്കാർ ചർച്ച നടത്തിയ സർക്കാരാണ്. UP മറ്റൊരു സർക്കാരാണ്. അങ്ങനെ ഇന്ത്യയിലെ 4 സർക്കാരുകൾ ഇസ്രയേലുമായി ഈ ഗസയിലെ വംശഹത്യ നടക്കുന്ന സമയത്ത് തന്നെ ഇത്തരം ചർച്ചകളിൽ ഏർപ്പെടുകയുണ്ടായി. ഇവിടെ ഇനി നാം സ്വകാര്യ കോർപ്പറേറ്റുകളെ നോക്കുക. ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നതിലെ അദാനിയും അതുപോലെ തന്നെ അൽബിക് എന്ന് പറയുന്ന കോർപ്പറേഷൻ കൂടിയുള്ള ഒരു മെർജ് ചെയ്ത കമ്പനിയാണ്, അല്ലെങ്കിൽ ഒരു സംയുക്ത കമ്പനിയാണ് ഇവിടെ ഗസയിലേക്കുള്ള ഡ്രോണുകൾ അയച്ചു കൊടുക്കുന്നത്. അതായത് ഗസയിലെ കുഞ്ഞുങ്ങളെ കൊന്നെടുക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളെ കാട്ടിക്കൊടുത്തത് ഇന്ത്യയിൽ നിന്ന് അയച്ചിട്ടുള്ള ഡ്രോണുകളാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം വളരെ കൂടുകയാണ്. ആ ഡ്രോണുകളൊന്നും തന്നെ യൂറോപ്പിൽ നിന്ന് വന്നതല്ല. നാം സംസാരിക്കുന്ന, നാം വളരെയേറെ ആവേശം കൊള്ളുന്ന, നാം എന്തൊക്കെയോ ചെയ്തു നാം കരുതുന്ന ഈ രാജ്യത്ത് നിന്നാണ് ഇസ്രയേലിലെ കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുത്ത ആ ഡ്രോണുകൾ പറന്നുപോയത്. ടാറ്റ കമ്പനിയുടെ വളരെ പ്രധാനപ്പെട്ട പല നീക്കങ്ങളും അവിടേക്ക് ഡ്രോണുകൾ കൊടുക്കുന്നവരാണ്, RDS കൊടുത്തവരാണ്. ഈ RDS ഉപയോഗിച്ചുകൊണ്ടാണ് അവിടുത്തെ റിലീഫ് ക്യാമ്പുകളിൽ അവർ ബോംബിട്ടത്. ഇവിടെ നിന്ന് പോകുന്നതിൽ അത് മാത്രമല്ല, വളരെ വലിയ സ്ഫോടക വസ്തുക്കൾ, നിരവധി സ്ഫോടക വസ്തുക്കൾ, യുദ്ധോപകരണങ്ങൾ, റഡാറുകൾ, ഇതുപോലെ പ്രൊപ്പല്ലന്റുകൾ, അവർക്ക് ആവശ്യമായ റോക്കറ്റുകൾ, മുന്നോട്ട് പോകുന്നതിനുള്ള പ്രൊപ്പല്ലന്റുകൾ, ഒരു യുദ്ധസന്നാഹത്തിന് വേണ്ട എല്ലാം സംഭാവന ചെയ്തതിൽ നമ്മുടെ രാജ്യത്തിന്റെ പങ്ക് വളരെ വലുതാണ്. അതായത് ഒരു കാലത്ത് കൊളോണിയലിസത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരെ ഇസ്രയേലിനെതിരെ പോരാടിയിരുന്ന ഇതേ രാജ്യം ഇന്ന് ഇവിടെ ഇസ്രയേലിന്റെ പങ്ക് കച്ചവടക്കാരൻ മാത്രമല്ല, ഇസ്രയേലിൽ നിന്ന് ലാഭം കൊയ്യുന്ന ഒരു രാജ്യമായി മാറിയിരിക്കുന്നു. നമ്മളുടെ അതാരാണ്? കോർപ്പറേറ്റുകൾ മാത്രമല്ല, ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, നമ്മൾ പോലും അതിന്റെ ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ യന്ത്ര ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനമാണ്. മ്യൂണീഷ്യൻ ഇന്ത്യ എന്ന കറന്റ് കമ്പനിയാണ് അവിടേക്ക് അയച്ച ബോംബുകൾ അയച്ചത്, അത് ഇന്ത്യൻ സ്ഥാപനമാണ്. പ്രീമിയർ എക്സ്പ്ലോസീവ്സ് എന്ന് പറയുന്നത് ഗസയിലേക്ക് സ്ഫോടക വസ്തുക്കൾ അയച്ചൊരു കമ്പനിയുടെ പേരാണ്, അതും ഇന്ത്യൻ കമ്പനിയാണ്. ഭാഗ്യവശാൽ അതൊരു സ്വകാര്യ കമ്പനിയാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഉത്തരവാദിത്തം വളരെ കൂടുതലാണ്. ഗസയിൽ നടക്കുന്ന വംശഹത്യ, ഇസ്രയേലാകമാനം നടക്കുന്ന വംശഹത്യയിൽ നമ്മളുടെ ഉത്തരവാദിത്വം വളരെ കൂടുതലാണ്. ഇത് ലോകരാജ്യങ്ങൾ, എനിക്ക് തോന്നുന്നത് ലോകത്തിലെ മറ്റൊരു രാജ്യത്തിനും ഇല്ലാത്തതുപോലെ ഇന്ത്യൻ ജനതയ്ക്ക് ഉത്തരവാദിത്തമുണ്ടെന്നാണ്. കാരണം നമ്മുടെ രാജ്യത്ത് നിന്നാണ് ഗസയിലെ കുഞ്ഞുങ്ങളെ കൊല്ലാനുള്ള ആയുധങ്ങൾ വിതരണം ചെയ്യുന്നത്. അതുകൊണ്ട് ഗസയ്ക്കെതിരെയുള്ള ഇസ്രായേലിന്റെ പോരാട്ടത്തിൽ നമ്മളുടെ സമരം ഇസ്രായേലിനെതിരെ മാത്രം നടത്തിയത് കൊണ്ടായില്ല, മറിച്ച് ഫാസിസ്റ്റുകൾക്കെതിരെയുള്ള സമരമായിരിക്കണം, കേന്ദ്ര സർക്കാരിനെതിരെ സമരമായിരിക്കണം. ഇവിടുത്തെ സംസ്ഥാനങ്ങൾ ഇസ്രയേലുമായി ചർച്ചകൾ നടത്തുന്ന 2022 വരെ കേരളം ഇസ്രയേലുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. 2022 ഇസ്രായേലുമായി ചർച്ച നടത്തി പിണറായി വിജയനാണ്. ഭാഗ്യവശാൽ അദ്ദേഹം 2022 ശേഷം ആ ചർച്ചകൾ നിർത്തിവെച്ചിരിക്കുകയാണ്. അത് ഭാഗ്യമെന്ന് പറയേണ്ടു. അപ്പോൾ നമ്മുടെ ആയുധങ്ങൾ, നമ്മളുടെ ശക്തി, നമ്മുടെ ഊർജം ഇനി നാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് കേവലമായ ഇസ്രായേൽ വിരുദ്ധതയിൽ മാത്രമല്ല, അതിനെ ഒത്താശ ചെയ്യുന്ന, അതിന് ആയുധങ്ങൾ കൊടുക്കുന്ന, അതിനുവേണ്ടി എല്ലാ ധാർമ്മിക പിന്തുണയും കൊടുക്കുന്ന, ആയുധം കൊണ്ട് പിന്തുണ കൊടുക്കുന്ന കേരളത്തിലെ, ഇന്ത്യയിലെ വിവിധ സർക്കാരുകളുടെ ആ ഭരണകൂടങ്ങൾക്കെതിരെ കൂടിയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. വരും കാലങ്ങളിൽ കൂടുതൽ ആശ്വാസത്തിന്റെ ദിനങ്ങൾ ഇനിയും വരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നതാണ്. നിങ്ങൾക്കെല്ലാവരും അഭിവാദ്യങ്ങൾ.